നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന് കുടുംബത്തിനുമെതിരായ ആരോപണം കൂടുതൽ കടുപ്പിച്ച് പരാതിക്കാർ. എന്നാൽ പരാതിക്കാരുടെ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ് ജി കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ആരോപണം. സമഗ്രമായ അന്വേഷണത്തിന് ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി മേഘന മുരളി ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. മേഘന, ഇങ്ങനെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ അങ്ങനെ നിറയുകയാണല്ലോ. ഇന്നെന്താണ് ജി കൃഷ്ണകുമാറും കുടുംബവും പറയുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേസ് തന്നെയാണ് അത്. ഇന്നലെ തന്നെ ജി കൃഷ്ണകുമാറും കുടുംബവും അതുപോലെ തന്നെ ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഈ ജീവനക്കാർ ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഈ ജീവനക്കാർ കൊടുത്തിരിക്കുന്ന കൗണ്ടർ കേസുകളിലടക്കം അതിൽ എഫ്ഐആർ എടുത്തിരിക്കുന്നതടക്കം ഈ കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അതിൽ ഈ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാർ ജീവനക്കാരിയുടെ ഈ വസ്ത്രം പിടിച്ചു വലിച്ചു, അതുപോലെ മോശമായി പെരുമാറി, പണം തന്നില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, ജാതി അധിക്ഷേപം നടത്തി എന്നതൊക്കെയാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃഷ്ണകുമാറിനെതിരെയുള്ള ഗുരുതരമായ വകുപ്പുകളും പ്രകാരമാണ്. പക്ഷേ അതിൽ ഇപ്പോഴും കൃഷ്ണകുമാർ നമ്മളോട് വീണ്ടും പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു കാര്യമില്ല, അതായത് തട്ടിക്കൊണ്ടുപോയിട്ടില്ല, തങ്ങളുടെ കയ്യിൽ രേഖകളും തെളിവുകളും ഈ വീഡിയോ ദൃശ്യങ്ങളും അടക്കമുണ്ട്. ഈ ജാതി കാർഡ് അടക്കം ഇറക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടും മറ്റൊരു തെളിവുകളും കയ്യിലില്ലാത്തത് കൊണ്ടാണ് ജാതി കാർഡ് ഇറക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കൃഷ്ണകുമാർ പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ 3 പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു കാര്യം നടത്താനാകുമോ എന്നുള്ളത് സംശയമുണ്ട്. പിന്നിൽ വലിയ സംഘമുണ്ടോ എന്നുള്ളൊരു സംശയം തനിക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി. കൂടാതെ ഈ പോലീസിന്റെ ഭാഗത്ത്, കാരണം ഈ കൃഷ്ണകുമാറാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. തന്റെ സ്ഥാപനത്തിൽ നിന്ന്, മകളുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ കാണാനില്ലെന്ന് പറഞ്ഞ് ആദ്യം കേസ് കൊടുക്കുന്നത് കൃഷ്ണകുമാറാണ്. പിന്നീട് കൗണ്ടർ കേസായിട്ടാണ് ഈ 3 ജീവനക്കാരികൾ കേസ് കൊടുക്കുന്നത്. പക്ഷേ തനിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ഇട്ട് കേസെടുക്കാൻ വേണ്ടി ഒരു ധൃതി പോലീസ് കാണിച്ചു. അതിൽ തന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ തന്റെ പ്രത്യയശാസ്ത്രവും അതിന് കാരണമായേക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് തിടുക്കത്തിൽ ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ പോകാൻ ഇപ്പോൾ മ്യൂസിയം എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം കരുതുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഈ UPI അടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഒരു നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.